വർഷം 2020 ഏപ്രിൽ മാസം. 17 വയസ്സുള്ള സാം സാഹസികത ഇഷ്ടപ്പെടുന്നയാളാണ്. ഒരു രാത്രി എരിസോണയിലെ സൂപ്പർ സ്റ്റേഷൻ മൗണ്ടൻ എന്നറിയപ്പെടുന്ന പർവ്വതത്തിലേക്ക് സാഹസിക ട്രെക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് ഈ പർവ്വതത്തെ സൂപ്പർ സ്റ്റേഷൻ മൗണ്ടൻ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, മിക്ക ആളുകളും ആ സ്ഥലത്തേക്ക് ട്രെക്കിംഗ് പോവുകയും ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ പലരും ഈ മലയിലേക്ക് ട്രെക്കിംഗ് പോകാൻ ഭയപ്പെടാൻ തുടങ്ങി. ഇത് കാരണമാണ് പിന്നീട് ഈ ഒരു പർവ്വതത്തെ സൂപ്പർ സ്റ്റേഷൻ മൗണ്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്നാൽ സാം അതിലൊന്നും വിശ്വസിച്ചില്ല. അവൻ ഒരുപാട് തവണ ഈ മലമുകളിലേക്ക് ട്രക്കിങ്ങിന് പോകാറുണ്ട്. ഏറ്റവും പ്രധാനമായി അവൻ സ്ഥിരം വരാറുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അവൻ ഒരു രാത്രി കൊണ്ട് തന്നെ ആ മല ചുറ്റി വരും. ആ പോകുന്ന ട്രയൽ ആകെ 12 കിലോമീറ്റർ മാത്രമാണ്. അതനുസരിച്ച് അവൻ ട്രക്കിംഗ് ആരംഭിക്കും. 6 കിലോമീറ്റർ നടന്നെത്തും. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ക്യാമ്പ് ഇട്ട് വിശ്രമിക്കും. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഒരു 6 കിലോമീറ്റർ നടന്ന് സ്റ്റാർട്ടിംഗ് സ്ഥലത്തേക്ക് വരും. സാധാരണ അവനും കൂട്ടുകാരും ഒരുമിച്ചാണ് അവിടേക്ക് പോകാറുള്ളത്. എന്നാൽ ചില കാരണങ്ങളാൽ അവന്റെ സുഹൃത്തിന് വരാൻ സാധിച്ചില്ല. അവന്റെ സുഹൃത്ത് വരാത്തത് കൊണ്ട് ഇന്ന് പോകണോ വേണ്ടയോ എന്നവൻ ആദ്യം ആലോചിച്ചു. ഇന്ന് പോകണ്ട എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഈ പോകുന്നത് അവൻ അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. ട്രക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവൻ തയ്യാറെടുക്കാൻ തുടങ്ങി. അങ്ങനെ പോയ സാമിന് അറിയില്ലായിരുന്നു അവന്റെ ജീവിതത്തിൽ അവൻ എടുക്കുന്ന ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണ് അതെന്ന്. കാരണം ആ രാത്രി അവനെ കാത്തിരിക്കുന്ന ആ കാര്യം അവനെ മരണത്തിലേക്ക് നയിച്ചു. ആ രാത്രി സാമിന് അങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. സൂപ്പർ സ്റ്റേഷൻ മൗണ്ടനിൽ ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിച്ച സാം സൂര്യപ്രകാശം ഉള്ളപ്പോൾ തന്നെ ട്രക്കിംഗ് ആരംഭിക്കാൻ പദ്ധതിയിട്ടു. അങ്ങനെ പോയാൽ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ 12 കിലോമീറ്റർ ഉള്ള ആ ട്രയലിൽ 6 കിലോമീറ്റർ സൂര്യപ്രകാശം ഉള്ള സമയത്ത് തന്നെ ചെന്നെത്താം. അപ്പോഴേക്കും ഇരുട്ടാൻ തുടങ്ങും. അങ്ങനെ അവിടെ ഒരു ക്യാമ്പ് ഇട്ട് വിശ്രമിച്ചിട്ട് വീണ്ടും 6 കിലോമീറ്റർ പോകണം. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരികെ വരാം. അതായിരുന്നു അവന്റെ പദ്ധതി. എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങി അവിടെ എത്തിയപ്പോൾ തന്നെ സമയം 5:45 സൂര്യനും അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാമിനറിയാം താൻ പ്ലാൻ ചെയ്തതുപോലെ പോകാൻ സാധിക്കില്ല. കാരണം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര വെളിച്ചം മാത്രം വെച്ചുകൊണ്ട് താൻ കരുതി അത്രയും ദൂരത്തിൽ പോകാൻ കഴിയില്ല എന്ന് സാമിനറിയാം. സാം ഇപ്പോൾ വിചാരിച്ചത് 6 കിലോമീറ്റർ നടക്കുന്നതിന് പകരം സൂര്യപ്രകാശം അത്ര ഉള്ളപ്പോൾ തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ നടക്കാം. എന്നിട്ട് അവിടെ എത്തി ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നടക്കാനും തുടങ്ങി. പക്ഷെ അവൻ വിചാരിച്ചതുപോലെ അത്ര വേഗത്തിൽ നടന്നെത്താൻ സാധിച്ചില്ല. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ചുരുട്ടും അന്ധകാരം പടർന്നു. ചുറ്റുമുള്ള കുറ്റിക്കാടുകളിൽ നിന്നും ചെടികളുടെയും പ്രാണികളുടെയും പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് വല്ലാതെ ഭയങ്കരമായി കേൾക്കാൻ തുടങ്ങി. പക്ഷേ സാമിന് അതൊക്കെ ശീലമാണ്. അവൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ടോർച്ച് ലൈറ്റ് എടുത്ത് ഓൺ ചെയ്തു. എന്നാൽ ആ ഒരു വെളിച്ചം ഒരു 10 അടി വരെ മാത്രമേ പോയുള്ളൂ. ആ വെളിച്ചത്തിൽ അവൻ പദ്ധതിയിട്ട ആ സ്ഥലത്തേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. എന്നാൽ ആ ഇരുട്ടിൽ ഒരു ഘട്ടത്തിൽ അവൻ അവിടെ എന്താണ് എന്നറിയാതെ കാല് വെച്ചു. അങ്ങനെ അവൻ ഒരു കുഴിയിലേക്ക് വീണു. പക്ഷെ ഭാഗ്യവശാൽ അടുത്തുള്ള ഒരു ചെടിയിൽ പിടിച്ചു നിന്നു. ഒരുപക്ഷെ അതിനുള്ളിലേക്ക് വീണിരുന്നെങ്കിൽ അവന് സാരമായ പരിക്കേൽക്കുമായിരുന്നു. പരിക്കേറ്റാൽ പിന്നെ സഹായിക്കാനും അവിടെ ആരും ഉണ്ടാകില്ല. കാരണം അവനുള്ള സ്ഥലത്തു നിന്നും 25 കിലോമീറ്ററിനപ്പുറമാണ് മനുഷ്യരുള്ളത്. മൊബൈൽ ഫോണിലാണെങ്കിൽ സിഗ്നലും കിട്ടില്ല. അതിനാൽ അവനെ കണ്ടെത്താനും ആർക്കും സാധിക്കില്ല. ഒരു നിമിഷം ഇതെല്ലാം ചിന്തിച്ച സാം താൻ വളരെ മോശമായ ഒരു തീരുമാനമാണ് എടുത്തത് എന്ന് മനസ്സിലാക്കി. അപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയ സാം അവിടെ നിന്നും എങ്ങും പോകണ്ട എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് രാത്രി മുഴുവനും അവിടെ തങ്ങാൻ തീരുമാനിച്ചു. സൂര്യൻ ഉദിച്ചതിന് ശേഷം വീണ്ടും ട്രക്കിംഗ് തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ടോർച്ച് ലൈറ്റ് എടുത്ത് ചുറ്റും അടിച്ചു നോക്കി. ഏതാനും ചുവടുകൾക്കപ്പുറം ഒരു ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ ഇതിനകം ക്യാമ്പ് അവിടെ ഇട്ടതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇപ്പോ താൻ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് ചിന്തിച്ച സാം ഒരല്പം ആശ്വസിച്ചു. അവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. അതിനുശേഷം ബാഗ് തുറന്ന് ഒരു ബീൻ സ്കാൻ എടുത്ത് അവന്റെ അത്താഴം കഴിച്ചു. ചുറ്റും ഇരുണ്ട കാടും പ്രാണികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം. അവൻ തന്റെ സാഹസികതയെയും പ്രകൃതിയെയും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് അവിടെ എന്തോ ശരിയല്ല എന്ന് അവൻ തോന്നി. അതായത് അവൻ തനിച്ചല്ല, ആരോ അല്ലെങ്കിൽ എന്തോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ എന്തോ ഒന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെയുള്ള തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകാറില്ല.
എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് വല്ലാത്തൊരു ഭയത്തിന് കാരണമാകും. ഇത് മനുഷ്യനിലെ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വികാരമാണ്. ഇപ്പൊ സാമിന് അങ്ങനെ തോന്നിയപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ചു. ഇരുന്ന സ്ഥലത്തു നിന്നും ചുറ്റും നോക്കാൻ തുടങ്ങി. പക്ഷെ ക്യാമ്പ് ഫയറിന് അടുത്തിരുന്നത് കൊണ്ട് അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ ഒരു വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഒരു പരിധിവരെ മാത്രമേ കാണാൻ സാധിക്കൂ. അങ്ങനെ അവൻ നടന്ന് ചുറ്റുമുള്ള മരങ്ങൾക്ക് പുറകിൽ എന്തെങ്കിലും മൃഗമോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. പക്ഷെ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ ഒന്നുമില്ല, ഒരു പക്ഷേ തന്റെ ഭയമായിരിക്കും. ഭയം കാരണം തന്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നവൻ കരുതി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കല്ല് അവൻ ഇരുന്ന ക്യാമ്പ് ഫയറിനടുത്ത് അവന്റെ കാലിനടുത്ത് വന്ന് വീണു. ഇത് കണ്ട് അവന്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. ഉടനെ അവൻ പരിഭ്രാന്തനായി എഴുന്നേറ്റു. വീണ്ടും ചുറ്റും നോക്കി. അപ്പോഴും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. ടോർച്ച് ലൈറ്റ് എടുത്ത് ചുറ്റും എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായി വീണ്ടും സൂക്ഷ്മമായി നോക്കി. അടുത്ത 15 മിനിറ്റിൽ തനിക്ക് ചുറ്റും നിന്ന് വന്നുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ അവൻ ഭയത്തോടുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ഘട്ടത്തിൽ അത് മനഃപൂർവ്വമായിരിക്കില്ല, താൻ തന്നെ ആയിരിക്കും അറിയാതെ കല്ലിൽ ചവിട്ടിയത്, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് ഒരു ചെറിയ കല്ല് താഴേക്ക് വീണിരിക്കാം എന്ന് സ്വയം ആശ്വസിപ്പിച്ച ശേഷം അവൻ തന്റെ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അർദ്ധരാത്രി അവൻ പെട്ടെന്ന് ഉണർന്നു. വീണ്ടും അവന് അതേ അനുഭവം തോന്നി. തീർച്ചയായും ആരെങ്കിലും അല്ലെങ്കിൽ എന്തോ ഒന്ന് തനിക്ക് ചുറ്റും ഉണ്ടെന്ന് അവന് തോന്നി. എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ അവൻ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ സമയം കാടിനുള്ളിൽ ആരെങ്കിലും നടന്നു വന്നാൽ എങ്ങനെ ഒരു ശബ്ദം കേൾക്കും, അതുപോലെ ഒരു ശബ്ദം അവന് കേൾക്കുന്നുണ്ട്. അവൻ നിന്ന സ്ഥലത്ത് നിന്നും ഒരു 30-40 അടി അകലെ നിന്നും കേൾക്കാൻ തുടങ്ങി. പക്ഷെ അത് മൃഗമാണോ മനുഷ്യനാണോ മറ്റെന്തെങ്കിലുമാണോ ഒന്നും അറിയില്ല. അടുത്ത 30 സെക്കൻഡിൽ ആ ശബ്ദം അങ്ങനെ മായാൻ തുടങ്ങി. എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അത് പോയി എന്ന് കരുതി അവൻ ആശ്വസിച്ചു. എങ്കിലും അതെന്തെന്നറിയാനായി അവൻ തന്റെ ടോർച്ച് ലൈറ്റ് എടുക്കാൻ തിരയാൻ തുടങ്ങി. ഉറങ്ങാൻ പോകുമ്പോൾ ടോർച്ച് ലൈറ്റ് തലയ്ക്ക് മുകളിൽ വെച്ചിരുന്നു. പക്ഷെ ഇപ്പോ അതില്ല. അവന്റെ സ്ലീപ്പിംഗ് ബാഗിന് ചുറ്റും ടെന്റിലുടനീളം തിരഞ്ഞു. പക്ഷെ അവിടെ ലൈറ്റ് ഇല്ല. ടോർച്ച് ലൈറ്റ് എവിടെ പോയി, ഇവിടെയല്ലേ വച്ചത് എന്ന് അയാൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായി. അത് തിരയാൻ ടെന്റിന് പുറത്തേക്ക് വന്നു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണിന് വലതുവശത്തായി കുറച്ച് വെളിച്ചം കാണാൻ തുടങ്ങി. ആ വെളിച്ചം മറ്റൊന്നുമല്ല, അവന്റെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചമായിരുന്നു. ക്യാമ്പ് സൈറ്റിൽ നിന്നും ആ ഒരു ടോർച്ച് ലൈറ്റ് ഏകദേശം 40 അടി അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. അവന് നേരത്തെ ആരോ നടക്കുന്ന ആ ശബ്ദം കേട്ട അതേ സ്ഥലത്ത് അതേ ദിശയിൽ താഴെ ടോർച്ച് ലൈറ്റ് കിടക്കുന്നു. അതായത് അവൻ ഉറങ്ങുമ്പോൾ ആരോ അല്ലെങ്കിൽ എന്തോ തന്റെ അടുത്തേക്ക് വന്ന് അവനിൽ നിന്നും ആ ടോർച്ച് ലൈറ്റ് എടുത്തു എന്ന് അവന് മനസ്സിലായി. സാമിനിപ്പോ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ആ നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾക്ക് ഛർദ്ദിക്കണം എന്നൊക്കെ തോന്നി. അവിടെ നിന്നും 1 ഇഞ്ച് പോലും നീങ്ങാതെ നിന്ന സ്ഥലത്ത് കൊണ്ട് തന്നെ അവൻ ആ ടോർച്ച് ലൈറ്റിനെ നോക്കാൻ തുടങ്ങി. ഇപ്പൊ അവന്റെ ഹൃദയത്തിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എന്ത് സംഭവിച്ചാലും ആ ടോർച്ച് ലൈറ്റ് എടുക്കാൻ പോകരുത്. അത് അവനെ അവിടെ എത്തിക്കാനുള്ള ഒരു കെണിയാണ്. താൻ ക്യാമ്പ് സൈറ്റിൽ തീയുള്ളിടത്ത് തന്നെ നിൽക്കും എന്നുറപ്പിച്ചു. ഇതുപോലെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്നിരുന്ന ഷൂ എടുത്ത് ധരിച്ചു. ഒരു കൈയിൽ കത്തിയെടുത്തു. ഇപ്പോ ആ ക്യാമ്പ് ഫയറിലെ തീ അവൻ പരമാവധി വലുതാക്കി. എന്ത് സംഭവിച്ചാലും ഈ സ്ഥലം വിട്ട് മാറരുത്. വിട്ട് മാറിയാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നേ അറിയില്ല. കയ്യിൽ കത്തിയുമായി അവൻ ചുറ്റും നോക്കി. അടുത്ത കുറച്ചു മണിക്കൂറിൽ അവന് തുടർച്ചയായി അതേ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അതവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, വീണ്ടും പോകുന്നുണ്ട്. ഓരോ തവണയും തീ മങ്ങുമ്പോൾ കാലൊച്ച അവന്റെ അടുത്തേക്ക് വരും. തീ ആളി കത്താൻ തുടങ്ങുമ്പോൾ ആ കാലൊച്ച അവനിൽ നിന്നും അകന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ സമയം ഏകദേശം 3 മണി. അവന്റെ കയ്യിലുണ്ടായിരുന്ന വിറകുകളെല്ലാം തീർന്നു. ഇപ്പൊ അയാൾക്ക് ആ തീ വലുതാക്കണമെങ്കിൽ തടി വേണം, വിറകുകൾ വേണമെങ്കിൽ കാടിനുള്ളിലേക്ക് പോകണം. പക്ഷെ എന്തോ ഒന്ന് ആ കാടിനുള്ളിലുണ്ട്. അത് അവന്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവൻ തീ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനാൽ അത് തന്റെ അടുത്തേക്ക് വരരുത്, താനും അവിടെ നിന്ന് പോകരുത്. അതുകൊണ്ടാണ് അവൻ അവിടെ തന്നെ നിൽക്കുന്നത്. വിറകില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ കാടിനുള്ളിലേക്ക് പോയില്ല. തീയും അണഞ്ഞു തുടങ്ങി. തീ അണഞ്ഞാൽ അവിടെ ഒളിച്ചിരിക്കുന്ന എന്തോ ഒന്ന് തന്റെ അടുത്തേക്ക് വരുമെന്നും അവൻ അറിയാം. അങ്ങനെ അവൻ തന്റെ ഹൃദയത്തെ ശക്തമാക്കി ദൃഢമാക്കി കത്തിയെടുത്ത് ഭയത്തോടെ കാത്തിരുന്നു. അവൻ വിചാരിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ തീ അണഞ്ഞു. ഇപ്പൊ വീണ്ടും കാലൊച്ച കേൾക്കാൻ തുടങ്ങി. അത് തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവൻ അറിയാം. ആ കാലൊച്ച ഇത്രയും സമയം കുറച്ചു ദൂരം മാറിയാണ് കേട്ടത്. എന്നാൽ ഇപ്പോ അത് തന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. തീ പൂർണ്ണമായും അണഞ്ഞെങ്കിലും അതിന്റെ കരിവെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ച് അകലെ തന്റെ മുൻപിൽ ഒരു 4-5 മരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ കേട്ട ആ കാലൊച്ച ആ മരങ്ങൾ വരെ വന്നു നിന്നു. അതാരായാലും തീർച്ചയായും അത് മരങ്ങൾക്ക് പിന്നിൽ തന്നെ ഉണ്ട്.
അവനത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത 2-3 മണിക്കൂർ 17 വയസ്സുള്ള സാം ആ മരത്തെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായും ആ സമയം അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ആശയക്കുഴപ്പങ്ങളും കടന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ അടുത്ത കുറച്ച് മിനിറ്റിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ആ മരത്തിന്റെ പുറകിലുള്ള എന്തോ ഒന്ന് അവിടെ നിന്നും ഓടിപ്പോകാൻ തുടങ്ങി. ആ ശബ്ദവും സാം കേട്ടു. ഇപ്പൊ സൂര്യപ്രകാശം വന്നപ്പോൾ സാം അവിടെ നിന്നും രക്ഷപ്പെട്ടില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന അത് ഇപ്പോഴും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സൂര്യൻ പൂർണ്ണമായും ഉദിക്കുന്നതുവരെ അവൻ കാത്തിരുന്നു. അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ വേഗം സാധനങ്ങൾ പാക്ക് ചെയ്ത് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന കാർ തുറന്നു. അതിനുള്ളിലേക്ക് ഇരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവൻ കാർ എവിടെയും നിർത്തിയില്ല. 32 കിലോമീറ്റർ അകലെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടെ കാർ നിർത്തി. കാറിൽ നിന്നും ഇറങ്ങി അവൻ അല്പസമയം വിശ്രമിച്ചു. പിന്നീട് അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും ജ്യൂസ് കുടിച്ചു. എന്നിട്ട് കാറിനടുത്തേക്ക് വന്ന് പിന്നിലേക്ക് നോക്കി. ആ സമയം ഒരു വലിയ ട്വിസ്റ്റ് അവന് കാത്തിരുന്നു. ആ കാറിന്റെ ബാക്ക് മിററിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ആ പൊടി പിടിച്ച കണ്ണാടി കണ്ടപ്പോൾ അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കാരണം ആ പൊടി പിടിച്ച പിൻവശത്തെ കണ്ണാടിയിൽ സ്ലീപ്പ് വെൽ എന്നെഴുതി ഒരു ചോദ്യചിഹ്നം കൊടുത്തിരുന്നു. അതിനർത്ഥം അയാൾ ട്രക്കിങ്ങിന് പോയപ്പോൾ ആരോ അവനെ പിന്തുടർന്നു. ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ആ പിന്തുടർന്ന ആ എന്തോ ഒന്ന് ഇങ്ങനൊരു വാക്ക് കാറിൽ എഴുതി. ആ മലയിലേക്ക് പോയ ഒരുപാട് ആളുകൾ നിഗൂഢമായി മരിക്കുന്നതിന് ഒരു പക്ഷേ ഇതായിരിക്കാം കാരണം എന്നവൻ ചിന്തിച്ചു. എപ്പോഴും അപകടകരമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകരുത്. അതൊരു സാഹസികതയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും ഒരാളെങ്കിലും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിലും നിങ്ങൾ കേൾക്കണം. സാമിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.